നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ടൗണിലും പരിസരങ്ങളിലും ദിവസങ്ങളായി കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യം അധികൃതരെ അറിയിച്ചിട്ടും നടപടി ഇല്ലാത്തതിനാലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഒരു നാടിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് വായുവും അതുപോലെ തന്നെ ജലവും. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വാട്ടർ അതോറിറ്റി വായു പോലെ തന്നെ പ്രാധാന്യമായ ജലത്തെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സമൂഹത്തിൽ വ്യാപാരം ചെയ്യുന്നതിൽ ഒട്ടനവധി ആളുകൾ ഒറ്റപ്പാലം പ്രദേശത്തും പരിസര ഭാഗങ്ങളിലുമായി ഹോട്ടലുകൾ, അതുപോലെ തന്നെ ഓഫീസുകൾ, അതുപോലെ തന്നെ ചെറുകിട സ്ഥാപനങ്ങൾ, അതുപോലെ ചെറുകിട ഹോട്ടലുകൾ, ചെറുകിട ടീ ഷോപ്പുകൾ അടങ്ങുന്ന ഒട്ടനവധി ഷോപ്പുകളിൽ ഒരു ദിവസം വെള്ളം ലഭിച്ചില്ല എങ്കിൽ അവരുടെ വരുമാനം തന്നെ പ്രതിസന്ധിയിലാകുന്ന സമയങ്ങളാണ്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി തവണ വാട്ടർ അതോറിറ്റിക്ക് പരാതികൾ നൽകിയെങ്കിലും അതിനൊരു പരിഹാരവും കാണാതെയാണ് കിടക്കുന്നത്. മാസങ്ങളോളമായി, ആഴ്ചകളോളമായി മുടങ്ങുന്ന കുടിവെള്ളം മൂലം പല സ്ഥാപനങ്ങളും ഇന്ന് അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്കാണ്. ഒരു ദിവസം പോലും തുറന്നുവിടാത്ത വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥക്കെതിരെയാണ് ഇന്ന് ഒറ്റപ്പാലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്ന് ഈ ധർണ ഞങ്ങൾ സൂചന മാത്രമായി ഞങ്ങളിവിടെ നടത്തിയിട്ടുണ്ട്. യൂണിറ്റ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് സലീം അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി സുൽഫിക്കാർ, യൂണിറ്റ് ട്രഷറർ സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റുമാരായ ബഷീർ പി വി, മുജീബ്, ഷെബിൻ, സെക്രട്ടറിമാരായ ഹബീബ്, റസാഖ്, അലി, ജാസിം, യൂത്ത് വിംഗ് ട്രഷറർ നൌഷാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.